പർപ്പിൾ ജേണൽ മതിയെന്ന് നിങ്ങൾ തന്നെ പോൾ ചെയ്ത് വിജയിപ്പിച്ചേ. നമുക്കത് തന്നെ അയക്കാം. വെൽക്കം ടു ഇങ്ക് ആൻഡ് ത്രെഡ്. ഈ ജേണലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ വാട്ടർ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിളായി വാട്ടർ കളർ മാത്രം വെച്ചും നമുക്കൊരു ജേണലൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലെ കളർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ പേപ്പറിൽ വാട്ടർ കളർ അടിച്ചെടുത്താൽ മതി. പിന്നെ ഈ വാട്ടർ കളർ ഇഷ്ടമല്ല എന്നുള്ളവർക്ക് മതി, സ്കെച്ച് മതി, ധാരാളം. എന്നാലും ഈ പർപ്പിൾ കളറിനോട് എന്താണ് എല്ലാവർക്കും ഇത്ര ഇഷ്ടം? ബിടിഎസ് ഫാൻസ് ആയതുകൊണ്ടാണോ എല്ലാരും? എനിക്കാണെങ്കിൽ പിങ്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് കളറും. പക്ഷേ പർപ്പിൾ ആരാധകർ എന്നെയും കുറച്ചൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ പേപ്പറിനെ ഇതുപോലെ ഒട്ടിക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. ചുമ്മാതെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനതങ്ങ് ചുരുട്ടി മടക്കി ചുളുക്കി ഒരു പരുവാക്കി. നമ്മൾ പറഞ്ഞു വന്നത് പർപ്പിൾ കളറിനെ പറ്റിയിട്ടല്ലായിരുന്നോ? അപ്പൊ നിങ്ങളുടെ പർപ്പിൾ ആരാധനയുടെ കാരണം എന്താണെന്ന് എന്തായാലും എന്നെ അറിയിക്കണം. ആ കമന്റ് ബോക്സ് ഒഴിഞ്ഞെടുക്കല്ലേ, ഇട്ടോ. ഈയിടെയായി എന്റെ വീഡിയോയിൽ കാണുന്ന വാട്ടർ കളറിന്റെ അതിപ്രസരത്തിന് വേറൊന്നുമല്ല കാരണം. ഇതാണ് പുതിയൊരു സെറ്റ് കളർ ഞാൻ വാങ്ങി. ട്യൂബ്സ് ആണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടൊന്നും കളർ ചെയ്യുകയോ പടം വരയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു. എനിക്ക് കളേഴ്സിനോടൊന്നും ഒരു ആഗ്രഹവും ഇല്ല. പിന്നെ ചാനൽ തുടങ്ങിയതിനു ശേഷമാണ് ഞാൻ ഈ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കുറേ കാലങ്ങൾക്ക് ശേഷം വാട്ടർ കളർ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അഹങ്കാരമോ കോൺഫിഡൻസോ ഒക്കെ വന്നു. ആ കോൺഫിഡൻസ് കാരണം നശിപ്പിച്ച ഈ പേപ്പർ. പക്ഷെ അതിന്റെ ഇപ്പുറത്തെ വശം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതിന്റെ സൈഡിൽ ആ പർപ്പിൾ ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്. എന്നിട്ടും എന്റെ അഹങ്കാരം തീർന്നില്ല. പിന്നെയും ഞാൻ വരച്ചു ഇതുപോലെ തന്നെ. ഇതുപോലെ കളർ സ്പ്രേ ചെയ്യുന്നതും ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടു. ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല, എന്തോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വന്നു. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാവുന്ന ഒരുപാട് വീഡിയോസ് ഇപ്പൊ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിനിടയിൽ വലിയ പുതുമയൊന്നും ഇല്ലെന്നറിയാം. എന്നാലും എന്റെ ഒരു സന്തോഷം അത് പറഞ്ഞപ്പോഴാ. എനിക്കൊരു സബ്സ്ക്രൈബർ ഉണ്ട്. എന്റെ കൂട്ടുകാരിയുടെ അനിയത്തിയാണ് ആള്. അവള് പണ്ട് തൊട്ടേ ജേർണലിങ്ങും ക്രാഫ്റ്റുകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോഴാണ് ഞാനൊരു ചാനൽ തുടങ്ങുന്നതും എനിക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടുന്നതും. എന്തായാലും ആളിപ്പം എന്റെ ഒരു ഫാനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്ക് ചെറുതെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള ചെറിയ അഭിനന്ദനങ്ങൾ പോലും എനിക്ക് വലിയ കാര്യമാണ്. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ എന്നോട് പങ്കുവെക്കാൻ. അതൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ മെയിലായിട്ടോ അയച്ചു തന്നാലും മതി. പിന്നെ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഞാനിപ്പം പേപ്പർ കഷ്ണങ്ങൾ എടുത്തു, അതിനെ വാട്ടർ കളർ അടിച്ചു. അതിലൊരെണ്ണം മാത്രം നമുക്ക് പൂ വരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യം പെൻസിൽ കൊണ്ട് അതിനൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് കളർ കൊടുത്തത്. ഇനി അതിന്റെ മുകളിലൂടെ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ജെൽ പെൻ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് വരച്ചുകൂടെ കൊടുക്കാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റിങ് പോലത്തെ സാധനമാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. സംഭവം ഇത്രേ ഉള്ളൂ. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ചെറിയൊരു ജേർണലിങ്. പർപ്പിൾ ആരാധകർക്ക് തൽക്കാലത്തേക്ക് ശാന്തമാകാനുള്ളത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് എന്നെ അറിയിച്ചാലല്ലേ എനിക്കറിയാൻ പറ്റൂ എന്ത് വീഡിയോസ് ഞാൻ ഇനി ചെയ്യണം എന്നുള്ളത്. അപ്പം അടിച്ചു നിൽക്കാൻ അറിയിക്കുന്നേ. ഇനി ഒരു രഹസ്യം പരസ്യമാക്കാം. ഈ ജേർണൽ ഇനിയും ഉണ്ടായിരുന്നു. കുറേ സ്റ്റിക്കർ വെച്ച് ഞാൻ അവിടെ ഇവിടെ ഒക്കെ ഒട്ടിച്ചു. അതങ്ങ് നാശായി. എനിക്കതൊട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തിയത് നിങ്ങളെ ഇപ്പൊ കാണിക്കുകയാണ്. അപ്പൊ എന്താ, കൂടുതലൊന്നുമില്ല. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.